ഹായ്, ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുന്ന ടൈമിൽ ചില ആളുകൾക്ക് എന്തെങ്കിലും കുറച്ച് കൂടുതൽ സംശയങ്ങളൊക്കെയോ അല്ലെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ എന്നെ വിളിക്കാറുണ്ട്. അപ്പം എല്ലാവരും എന്നെ വിളിക്കാറില്ല. കോഴ്സ് കോർഡിനേറ്ററിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ് പതിവ്. പക്ഷെ ചില ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ വിളിക്കുന്ന ആളുകൾക്കൊക്കെയും ഏറ്റവും കൂടുതൽ കുറവ് അഥവാ ലാക്ക് ചെയ്യുന്നൊരു ഭാഗം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ലെവലാണ്. ഇവരിൽ ഈ കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവാനുള്ള ബേസിക്കായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ടീച്ചർമാർ പലപ്പോഴും ഇൻസൾട്ട് ചെയ്യുകയോ, അതല്ല കുറച്ചുകൂടെ മുതിർന്നിട്ടാണെങ്കിൽ ഓഫീസ് പൊളിറ്റിക്സിൻ്റെ ഇൻസൾട്ടോ, അങ്ങനെ നമുക്ക് ഒരു വ്യക്തിപരമായിട്ട് നാണക്കേട് തോന്നുന്ന മേഖലകളിലൂടെ നമ്മൾ മനസ്സ് കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം ഒരു കോൺഫിഡൻസ് കുറവ് നമ്മുടെ ലൈഫിലുണ്ടാവും. ഇതല്ലാതെ തന്നെ പൊതുവേ ഒരു ബൈ നേച്ചർ കോൺഫിഡൻസ് കുറഞ്ഞവരുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ എല്ലാവരും കേൾക്കെ നമ്മൾ ഒരു ഇംഗ്ലീഷിലെ ഒരു സ്റ്റോറി വായിക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം എല്ലാവരുടെയും നോട്ടം അതിലേക്ക് വരുന്നു എന്നുള്ളൊരു ഭയം കൊണ്ടും തെറ്റുമോ എന്നുള്ള പേടി, ഫിയർ ഓഫ് ഫെയിലിയർ കൊണ്ടും ഒക്കെ ഈ നമ്മൾ നോർമലി വീട്ടിൽ ആടിപ്പാടി വായിക്കുന്ന സാധനം ഒരു എല്ലാവരുടെയും മുമ്പിൽ വായിക്കാനായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് പിന്നോട്ട് നിൽക്കുന്നതായിട്ട് കാണാം. ശ്രദ്ധിച്ചാൽ അറിയാം, തെറ്റിയാൽ കളിയാക്കപ്പെടുമോ എന്നുള്ള ഒറ്റ ചിന്തയാണ് അതിൻ്റെ ഹിഡൻ ഫീലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ തെറ്റിയാലും സാരമില്ല എന്നുള്ളൊരു പവറിലേക്ക് നമ്മുടെ മൈൻഡ് എത്തിക്കഴിഞ്ഞാൽ അന്ന് തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. അത് ചിലരിൽ ഒരു പ്രാവശ്യം ഇതേ സിറ്റുവേഷൻ വരുമ്പോൾ ആവാം, ചിലരിൽ ഇതേ സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് വീണ്ടും 3ഉം 4ഉം പ്രാവശ്യത്തെ അനുഭവങ്ങൾ ഉണ്ടാവാം. ചില ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് നിൽക്കുമ്പോഴായിരിക്കും ഒരാൾ എന്തെങ്കിലും തരത്തിലുള്ള കളിയാക്കൽ, ഇൻസൾട്ട്, ഹ്യൂമിലിയേഷൻ നടത്തുന്ന ആ സമയത്താവാം. അതൊക്കെ മനസ്സിന് വല്ലാത്ത കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കാനും അതേപോലെ തന്നെ നമുക്ക് കൂട്ടാനും സഹായിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ചില ആളുകൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തുടങ്ങി ഒരു 10 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും തനിക്ക് ആ ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് കുറയുന്നവരുമുണ്ട്, കൂടുന്നവരുമുണ്ട്. സത്യത്തിൽ കൂടുന്നവരാണ് കൂടുതൽ. കാരണം കുറയുന്നവരെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ കുഴപ്പമുണ്ട്, ഞാൻ എന്തോ പിന്നിലോട്ടാണ് എന്നൊരു തോന്നലാണ് അവരുടെ ഉള്ളിൽ നയിക്കുന്നതെങ്കിൽ അടുത്ത തവണ പോകുമ്പം ഇത് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, എനിക്ക് അത്രേ കഴിവുള്ളൂ എന്ന് സ്വയം മനസ്സിൽ വിശ്വസിക്കുന്നവർ ആ ഒരു അതിലങ്ങ് നിൽക്കും. നേരെ മറിച്ച് നമ്മൾ ഈ 10 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, 10 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് തനിക്ക് കിട്ടിയില്ല, വേണ്ട, പക്ഷേ 10 ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോ. 10 ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര പേരുമായിട്ട് നമുക്ക് ഇപ്പം നമ്മൾ നോർമലി നടന്നു പോകുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറിയിട്ട് അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമുക്ക് എന്തുമാത്രം അവസരങ്ങളാണ് കിട്ടുന്നത്, ഓപ്പർച്യൂണിറ്റി. നമുക്ക് അവിടുത്തെ ആംബിയൻസ് മനസ്സിലാക്കാം, അവിടെ എങ്ങനെയാണ് വർക്ക് മനസ്സിലാക്കാം, കൾച്ചർ മനസ്സിലാക്കാം, പിന്നെ അതേപോലെ അവിടുത്തെ പ്രോഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കാം, അവിടുത്തെ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ജനൽ നോക്കിക്കൊണ്ടിരുന്ന അവിടെ ഒരു കൊറിയർ സർവീസ് വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോജിസ്റ്റിക്സിനെ കുറിച്ച് മനസ്സിലാക്കാം. അങ്ങനെ 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 അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു കോമ്പറ്റീറ്റർ കമ്പനി, അതായത് ഈ കമ്പനി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ പോലെ തന്നെയുള്ള എതിരായിട്ടുള്ളൊരു കോമ്പറ്റീറ്റർ കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. നമ്മൾ അങ്ങോട്ട് പറയും, ഇത് മറ്റവർ നിങ്ങൾ ഇന്ന ലോജിസ്റ്റിക്സ് അല്ല ആശ്രയിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് എന്നൊക്കെ അങ്ങനെ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് കോഴ്സ് പഠിച്ചാലും ആ കോഴ്സ് പൂർത്തിയാവുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ 10th വരെ പഠിച്ചു എന്ന് വെച്ചോ. 10th ഒരു തൊഴിൽ തരുന്ന വിദ്യാഭ്യാസം അല്ലാത്തടത്തുകൊണ്ട് നമ്മൾ ആ 10ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ 10th കഴിഞ്ഞു എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും. +2 കഴിഞ്ഞാൽ +2 കഴിഞ്ഞു എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, പക്ഷേ അത് തൊഴിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് വരുന്നത്. അതാണ് നമ്മുടെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ്റെ വ്യത്യാസം. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ റിയാലിറ്റിയിലാണ് കാര്യങ്ങൾ പറയുന്നതും പഠിക്കുന്നതും.
ഇപ്പം നമ്മൾ SQൻ്റെ എക്സാമ്പിൾ 2 ദിവസം മുമ്പ് കണ്ടു. എന്തുമാത്രം ഇപ്പോൾ ഈ ലോകത്ത് നമ്മുടെ ജീവിതകാലം മൊത്തം ഒരു SKU കണ്ടു കഴിഞ്ഞാൽ ഇന്നും നമുക്കതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു പാരഗ്രാഫ് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊരു പുതിയ നോളജാണ്. പുതിയ നോളജ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോൺ അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ വയറിങ്ങിനകത്ത് വീണ്ടും ഉപയോഗിക്കാതെ കിടക്കുന്ന ന്യൂറോൺസൊക്കെ ആക്റ്റീവ് ആവും ഈ പുതിയ നോളജ് കിട്ടുമ്പോൾ. അതായത് ഈ പുതിയ നോളജിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന ആ സ്ഥലത്താണ് പിന്നീട് അതിഭയങ്കരമായ രീതിയിൽ ബാക്കിയുള്ള ബുദ്ധിയും കൂടെ അതിനകത്തേക്ക് കയറി വരുന്നത്. അപ്പം നമ്മുടെ ഈ നിലവിലുള്ള ന്യൂറോൺസിനെ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള കാര്യം പുതിയ പുതിയ നോളജ്, പുതിയ പുതിയ വാക്കുകളൊക്കെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും അറിവുണ്ടാവും. നമ്മളിപ്പോൾ യാദൃശ്ചികമായിട്ട് ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ കേട്ടു എന്ന് വെക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ദേജാവു എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് വെച്ചു. കൃത്യം 7 ദിവസത്തിനകത്ത് തന്നെ തീർച്ചയായിട്ടും ആ വാക്ക് ഉപയോഗിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ആ വാക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് നമ്മൾ കേൾക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസിൻ്റെ, അതായത് നമ്മുടെ ബ്രെയിൻ വയറിംഗ് എന്ന് പറയും. ഈ ബ്രെയിൻ വയറിങ്ങിൻ്റെ തന്നെ പ്രത്യേകതയാണ്. അപ്പം ഇതിൽ ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇപ്പോൾ ഒരു പേപ്പട്ടിയുടെ അടുത്ത് പോയിട്ട് കോൺഫിഡൻസ് കാണിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്ന് വിചാരിച്ച് ഒരിക്കലൊരു പേപ്പട്ടി ഓടിച്ചു അല്ലെങ്കിൽ കടിച്ചു എന്നുള്ള കാരണം കൊണ്ട് വഴിയിൽ കാണുന്ന എല്ലാ പട്ടിയെയും പേടിച്ചാൽ നമ്മളെക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഇപ്പം ഹർഡിൽസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് ചെറിയ രീതിയിലൊരു കാര്യം പറയാം. അതായത് ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലെ റോഡെന്ന് പറഞ്ഞാൽ കണ്ണാടി പോലെയാണ്, വളരെ സുഖമാണ്, സ്മൂത്താണ്, സേഫാണ്, അടിപൊളിയാണ്, അങ്ങനെ പോവാം ഇങ്ങനെ പോവാം എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ വണ്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടായി പെട്ടെന്ന് ഓഫായിപ്പോയി അല്ലെങ്കിൽ ലൈൻ മാറിപ്പോയി, സ്പീഡ് ട്രാക്ക് ചെയ്യുന്നത് ലോ സ്പീഡ് ട്രാക്കിലേക്ക് വന്നു, എന്ത് സംഭവിച്ചാലും അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ പിന്നെ അവിടുന്ന് മിക്കവാറും ആളുകൾ, അതായത് 90% ആളുകളെ മരിച്ച അവസ്ഥയിലേ നമുക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ കേരളത്തിലെ റോഡുകളോ മൊത്തം കുണ്ടും കുഴിയും ഗട്ടറുമായിട്ട് കിടക്കുകയാണ്. ഒരു 40 കിലോമീറ്റർ സ്പീഡ് കഴിഞ്ഞ് 60ലേക്ക് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് തന്നെ അടുത്ത കുണ്ടിലും കുഴിയിലും ഇത് പോയി വീഴും. ശരിയല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ഈ കുണ്ടിലും കുഴിയിലും വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് പേടിച്ചിട്ട് പലവരും വളരെ സൂക്ഷ്മതയായിട്ട് ഓടിക്കും. ഇനി അഥവാ എന്തെങ്കിലും രീതിയിലൊരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി 50-50 ആയിട്ട് മാറും. ഇത് വിചാരിച്ച് കുണ്ടും കുഴിയും നല്ലതാണ്, വിദേശ രാജ്യത്തുള്ള സിസ്റ്റം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് എന്താണോ നമ്മുടെ തൊട്ട് മുമ്പിൽ വച്ച് നീട്ടുന്നത് അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ കോൺഫിഡൻസ്. കാരണം നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കാലിൽ ചെരുപ്പിട്ടിട്ട് നമുക്ക് ആണി തറയ്ക്കാതെ നോക്കാം എന്നുള്ളതല്ലാതെ നമ്മൾ നടക്കുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് പാവരിക്കാൻ പറ്റില്ലല്ലോ. രണ്ടാമത്തെ കാര്യം എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുള്ളവരിൽ നമുക്ക് യോജിച്ചവരെന്ന് തോന്നുന്നവരുമായിട്ട് നമ്മൾ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തണം. അവരിൽ നിന്ന് നോളജ് ശേഖരിക്കണം, പറ്റുന്ന നോളജ് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തി പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ നമുക്കറിയില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനും അതേപോലെ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കും. ഇത് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്തും. പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻസിലൂടെയാണ് നമ്മൾ വളരെയധികം ജോലികൾ, വളരെയധികം നേട്ടങ്ങൾ, പുതിയ പുതിയ ഐഡിയ ഒക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത് അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസ്സുകളാണ് ആദ്യത്തെ ഒരു 10-28 ക്ലാസ്സുകൾ. അതിൽ യാതൊരു തരത്തിലും ഒരു മാറ്റവും ഇല്ല. കാരണം ടെക്സ്റ്റ് ബുക്ക് എന്താണോ അതിനെ തന്നെ നമ്മൾ ബിസിനസ്സിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടും ലോകത്തിലെ സകല എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളത് പഠിക്കുകയാണ്. അത് എക്സാം പോർഷൻസാണ് അത്രയും. അതിനുശേഷം വരുന്നത് എന്ന് പറയുന്നതാണ് നമുക്ക് യഥാർത്ഥത്തിൽ സ്കില്ല്. കാരണം നോളജ് നമ്മുടെ കയ്യിൽ കിട്ടിയെങ്കിൽ ആ സ്കില്ലും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ നോളജും സ്കില്ലും ഉണ്ടാവണമെങ്കിലും അല്ലെങ്കിൽ നോളജും സ്കില്ലും ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഏറ്റവും നല്ലത് ആറ്റിറ്റ്യൂഡും കൂടെയാണ്. അപ്പോൾ ഒരു വേർഡുണ്ട് ആപ്റ്റിറ്റ്യൂഡ്. എന്താണ് ആപ്റ്റിറ്റ്യൂഡ്? നമുക്ക് ഒരു അഭിരുചിയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എന്തിനോടെങ്കിലുമൊക്കെ ഒരു പാഷൻ ഉണ്ടാവും. ആ പാഷൻ ഒരു പ്രൊഫഷനാക്കി എടുക്കാനായിട്ട് എല്ലാവരെ കൊണ്ടും പറ്റില്ല. അതൊരു വിഷമമായിട്ട് കരുതേണ്ട കാര്യവുമില്ല. കാരണം നമ്മൾ മറ്റ് തൊഴിലുകൾ ചെയ്ത് അതിൽ നിന്ന് കാശുണ്ടാക്കി നമ്മൾ നമ്മുടെ പാഷൻ റെഡിയാക്കുക.
എൻ്റെയൊക്കെ നോട്ടത്തിൽ നിങ്ങൾ ഓൾറെഡി വിജയിച്ച് കഴിഞ്ഞ ആൾക്കാരാണ്. കാരണം നിങ്ങളൊരു തീരുമാനമെടുത്തു, പഠിക്കാനായിട്ടൊരു തീരുമാനമെടുത്തു. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം എത്രയോ പേര് പുറത്ത് നിൽക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ വച്ച ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു വളരെ മികച്ച ഒരു സ്റ്റെപ്പായിരിക്കണം. ഇനി നിങ്ങൾക്ക് എന്തൊരു കാര്യം വായിച്ചാലും എന്തൊരു കാര്യം കേട്ടാലും അതിൻ്റെ സയൻറ്റിഫിക് ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ റിസർച്ച് ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ ജെന്യുവിൻ ആസ്പെക്റ്റിൽ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എവരി വൺസ് ലൈഫ് ഈസ് ഡിഫറെൻ്റ് ആൻഡ് എവരി വൺസ് ക്ലോക്ക് ഈസ് ഡിഫറെൻ്റ് എന്ന് പറയുന്ന ഒരു ടേമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും, ഓരോരുത്തരുടെ ഒഫീഷ്യൽ ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും. ഇത് നമുക്കിപ്പോൾ എല്ലാവരോടും തുറന്നു പറയാനൊന്നും പറ്റിയെന്ന് വരില്ല. അതാണ് എവരി വൺസ് ലൈഫ് ഈസ് ഡിഫറെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു കോമൺ പാറ്റേണിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഇത് നമ്മൾ ഒരു വിഷമമായിട്ട് ഉള്ളിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ചെറുപ്പത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പാരൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഇഷ്യൂസ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഏറ്റിട്ടുള്ള മുറിവുകൾ, ഇതെല്ലാം എല്ലാ മനുഷ്യനും ഉള്ളതാണ്. ഇതിന് അതിൻ്റെ വേദന ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വേദനകളെ നമ്മൾ പലപ്പോഴും നമുക്കൊരാളോടും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ആ വേദന വെച്ചുകൊണ്ടിരുന്നതായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ മുന്നോട്ട് പോയാലേ നമുക്ക് ഈ വേദനകളുടെ മുറിവ് ഉണക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലർ വന്നിട്ട് ഈ വേദന കുത്തി തോണ്ടാൻ നിൽക്കും. അങ്ങനെ കുത്തി തോണ്ടാൻ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ അർഹിച്ച ഒരു എന്താ പറയുക, പുച്ഛത്തോടു കൂടി അതിനങ്ങ് തള്ളിക്കളഞ്ഞേക്കുക. പിന്നെ ഉള്ളത് എവരി വൺസ് ക്ലോക്ക് ഈസ് ഡിഫറെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എവരി വൺസ് ടൈം ഈസ് ഡിഫറെൻ്റ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം 24 മണിക്കൂറിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ക്ലോക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ക്ലോക്കിന് അതെന്ന് പറയുന്നത് ഒരു കോമൺ സിനാരിയോ മാത്രമാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ചില ആളുകൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നല്ല പൊസിഷനിലേക്ക് എത്തും. ചില ആളുകൾ ഈ പറയുന്ന പൊസിഷനിലേക്ക് എത്താനായിട്ട് ചിലപ്പം 10 വർഷം എടുക്കും. ഇതൊക്കെ പിന്നെ ചില ആളുകൾ വളരെ തെളിഞ്ഞു നിന്നിട്ട് ഒരു സമയത്ത് പെട്ടെന്ന് മങ്ങിപ്പോവും. ചിലർ ഒന്നും ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് നല്ല ഇതാവും. അപ്പോൾ ഇതൊക്കെ ലോക തത്വങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ എത്രയൊക്കെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും. ചിലപ്പോൾ നമ്മളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും ചിലപ്പോൾ വളർച്ചയുണ്ടാവും. ഇതൊക്കെ ലൈഫിൽ എന്താണോ ആസ് ഇറ്റ് ഈസ് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം നമ്മുടെ പഠിത്തവുമായിട്ട് ഇതിന് എന്താണ് റിലവൻസ് എന്ന് ചോദിച്ചാൽ, ലോജിസ്റ്റിക്സ് മേഖലയിലും വെയർഹൗസ് മേഖലയിലും സപ്ലൈ ചെയിൻ മേഖലയിലും വർക്ക് ചെയ്യുന്നവർക്കറിയാം, കോൺഫിഡൻസിന് ഭയങ്കര പവറാണ്. നമ്മൾ മറ്റ് മേഖലയിൽ ആരെങ്കിലും തൃപ്തിപ്പെടുത്തുന്ന പോലെയല്ല ഇത്. കാരണം നമ്മുടെ മുന്നിൽ തന്നെ നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. വളരെ നിസ്സാരമെന്ന് തോന്നിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക സംഭവങ്ങളോ ഒരു പ്രശ്നമോ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അത് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് എവിഡൻ്റ് ആയിട്ട് ഡോക്യുമെൻ്റ് സഹിതം നമുക്ക് പറയാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഇപ്പോൾ സമൂഹത്തിൽ ഇത്രയും കോടി ജനങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഒരു ചെറിയൊരു അംശം പോലീസല്ലേ ഉള്ളൂ. കാരണം ഡിഫറൻസ് എന്ന് പറയുന്നത് അവർ ട്രെയിൻഡാണ്, പോലീസ് ട്രെയിൻഡാണ്, നോർമൽ സിവിലിയൻസ് ട്രെയിൻഡ് അല്ല. അതുകൊണ്ട് അവർക്ക് ഒരു 4 പേരുണ്ടെങ്കിൽ 400 പേരെ നിയന്ത്രിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കും. ഇപ്പം നമ്മുടെ ഈ കോഴ്സിലും ഈ ഒരു ട്രെയിനിങ്ങാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സബ്ജക്റ്റ് നോളജ് കിട്ടിയിട്ടുണ്ട്, അല്ലാതെ ബേസിക് ആയിട്ടുള്ള പല ഐഡിയ കിട്ടിയിട്ടുണ്ട്, പിന്നെ പുതിയ കുറച്ച് ഡേറ്റ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. സാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും സ്ഥലത്തൊക്കെ നോട്ടൊക്കെ ചെയ്ത് വയ്ക്കുക, മറന്നു പോകാതെ. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും, എൻ്റെ ഒരു രീതിയാണ്, ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നൊരു രീതിയാണ്. എപ്പോഴും ഒരു ഗ്രീൻ കളർ പെന്നിട്ടിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ മുകളിൽ തന്നെ ടെക്സ്റ്റിൻ്റെ ക്ലാസ്സിനനുസരിച്ച് എക്സാമ്പിൾസൊക്കെ എഴുതി വെക്കാനായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം പിന്നീട് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു എഴുതുന്ന എക്സാമ്പിൾസ് വായിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോയിൽ കേട്ട അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ നമ്മളിലേക്ക് കയറി വരുന്നതായിട്ട് വരും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. പിന്നെ മെമ്മറി നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിരാശപ്പെടേണ്ട, ഒരുപാട് ഓവറായിട്ട് നമ്മൾ എക്സ്പെക്റ്റേഷനും വെക്കേണ്ട. ഒരു ലെവലിൽ അങ്ങ് പോവുക, ചെയ്യുന്ന എന്ത് കാര്യവും ഓർത്ത് ചെയ്യുക.
ഒരിക്കലൊരു ഡോക്ടറിനോട് ഒരാൾ ചോദിച്ചു, ഡോക്ടർ എനിക്ക് ഭയങ്കര മറവിയാണ്, എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പ്രശസ്തനായ ഡോക്ടറാണ്, പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്ന് വെച്ചാൽ, നിങ്ങൾ മറക്കുന്നതല്ല പ്രശ്നം, നിങ്ങൾ ആ സാധനം അവിടെ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാമത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സത്യമല്ലേ? നമ്മളിപ്പോൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടോ ഓർത്തുകൊണ്ടോ ഒരു താക്കോൽ എടുത്തിട്ട് നമ്മൾ ഒരു ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ആ ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ അല്ല നമ്മൾ താക്കോൽ വയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് പിറ്റേ ദിവസം നമുക്കത് ഓർത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അത് കണ്ടുകൊണ്ട് നിന്ന ഒരാളുണ്ടെങ്കിൽ നമ്മളോട് പറയും, എടാ നീ എന്നാലും അങ്ങോട്ട് പോകണ കണ്ടു കേട്ടോ എന്ന് പറയും. അപ്പോൾ ലൈഫെന്ന് പറയുന്നത് ലൈറ്റുമാണ്, ലൈഫെന്ന് പറയുന്നത് ഹെവിയുമാണ്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് മുന്നോട്ട് പോവുക. ആരും ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട, ആരും ഒരുപാട് വിഷമിക്കേണ്ട, ആരും എന്താ പറയുക, ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും ഒരു മിനിറ്റ് നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്കതിനുള്ള ഉത്തരം കിട്ടും. ഒരു ഇൻ്റർവ്യൂവിൽ ചെന്നാൽ കൂടെ ആ ഇൻ്റർവ്യൂവർ ഒരു കാര്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയില്ലാത്ത കാര്യമാണെങ്കിൽ ഒറ്റയടിക്ക് ഉത്തരം പറയാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒരു ബ്രീത്തിങ് ടൈമൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടുമെന്നേ. ആ ബ്രീത്തിങ് ടൈം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ മനസ്സിലിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ യോജിച്ച ഉത്തരം പറയാം. ഇൻ കേസ് അറിയില്ലാത്ത ഉത്തരവാണെങ്കിൽ അറിയില്ല എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ പറയാം, ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, ഞാൻ ഇങ്ങനെ സസ്പെക്റ്റ് ചെയ്യുന്നു, ബട്ട് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് റോങ് ഓർ റൈറ്റ്. അങ്ങനെയും നമുക്ക് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ഇൻ്റർവ്യൂ നേരിട്ടിരുന്നവർ ചെന്നിട്ട് പറയുകയാണ്, ഇത് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ജോലി കിട്ടുമോ? കിട്ടില്ല. അന്നത്തെ കാലത്ത് ഭൂമി പരന്നതാണെന്നാണ് വിശ്വാസം. അപ്പോൾ ആ വിശ്വാസത്തെ ആരാണോ പിന്തുണയ്ക്കുന്നത് അവർക്കായിരിക്കും ജോലി കിട്ടുന്നത്. ആ ഇൻ്റർവ്യൂവിൽ അവർക്കായിരിക്കും ശരി ഉത്തരം കിട്ടുന്നത്. ഇതേപോലെ തന്നെയുള്ളൂ, കാലങ്ങൾ മാറുമ്പോൾ ഈ പറയുന്ന ഇന്നത്തെ ശരിയൊക്കെ നാളത്തെ തെറ്റായി മാറും, നാളത്തെ തെറ്റെന്ന് പറയുന്നത് ഇന്നത്തെ ശരിയായി മാറും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും നന്മകൾ വരട്ടെ. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും ചെയ്യുക. അല്ലാതെ അതിലൊരു സംതൃപ്തി ഇല്ലാതെ പിന്നീട് കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം അത് ശരിയായില്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപോലും വിചാരിക്കരുത്. കാരണം ശരിയായിട്ട് മാത്രം ദയവ് ചെയ്ത് പൂർത്തിയാക്കിയാൽ മതി. ഒരു ദിവസം 5 മിനിറ്റാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, 5 ദിവസം നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 6ാമത്തെ ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ എപ്പോഴും എന്ത് കാര്യത്തിനും കണ്ടിന്യൂറ്റി ഉണ്ടാവണം. 21 ദിവസം ഒരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റിയാൽ ഓട്ടോമാറ്റിക്കലി അത് ന്യൂറോൺ വയറിങ്ങിന്, അതായത് ബ്രെയിനിൻ്റെ ന്യൂറോൺ വയറിങ്ങിന് മാറ്റുകയും നമ്മൾ ആ ഒരു സാധനത്തിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരികയും ചെയ്യും. ഈ ഒരു 2 മാസത്തെ ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് ലോകത്തിൽ മലമറിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ലോകത്തിൽ മലമറിക്കാൻ പറ്റിയ ടെക്നോളജിയും ടെക്നിക്കാലിറ്റിയും മാനേജ്മെൻറ്റുമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അത് എങ്ങനെ യൂസ് ചെയ്യണം, ഏത് രീതിയിൽ യൂസ് ചെയ്യണം, അത് എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ തന്നെ ചോയ്സാണ്, നിങ്ങളുടെ തന്നെ ശക്തിയാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, സർട്ടിഫിക്കറ്റ് ഈസ് ഓൾവേസ് ലൈക്ക് എ ടിക്കറ്റ്. യാത്ര ചെയ്യാനുള്ളൊരു ടിക്കറ്റ് മാത്രമാണ് സർട്ടിഫിക്കറ്റ്. യഥാർത്ഥത്തിൽ നമ്മുടെ നോളജും നമ്മുടെ സ്കില്ലും നമ്മുടെ ധൈര്യവും നമ്മളുടെ ആത്മവിശ്വാസവുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ഇന്നിപ്പം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവരും വളരെ ശക്തരായിട്ട് വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് സന്തോഷമായിട്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ്സൊക്കെ വരും, സാരമില്ല, അത് അങ്ങനെയാണ്. ആ നെഗറ്റീവ്സിൻ്റെ മുകളിൽ നിന്ന് താഴേക്കൊരു വരയിട്ടാൽ അത് പോസിറ്റീവായിക്കോളും. താങ്ക് യു.